ഒരു സ്ഥലത്ത് നിന്ന് ഭാരതം അടി തുടങ്ങിയിരിക്കുമ്പോൾ മറുസ്ഥലത്ത് നിന്ന് ബലൂച്ച് വിമതരും ശക്തമായിട്ടുള്ള അടി തുടങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു സ്ഥലത്ത് കറാച്ചിയിൽ ഇന്ത്യ ഡ്രോൺ ആക്രമണം നടത്തുന്നു, ലാഹോറിൽ വ്യോമ പ്രതിരോധ സംവിധാനം തകർക്കുന്നു, റാവൽപിണ്ടിയിൽ ഒരു സ്റ്റേഡിയം തന്നെ തുടച്ചു നീക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ സലാല അണക്കെട്ട് തുറന്നുവിടുന്നു. അപ്പുറത്തെ ഭാഗത്ത് ബലൂച്ച് മേഖലയിൽ നിന്നും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വമ്പൻ അടി തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൈനിക വാഹനത്തെയാണ് ഇവർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. 7 സൈനികർ പാകിസ്ഥാന്റെ പട്ടാളക്കാർ ചത്തുമലച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഒരു വശത്ത് ഇന്ത്യൻ സൈന്യവും മറുവശത്ത് ബലൂച്ച് വിമതരും പാകിസ്ഥാന് തലവേദനയായി മാറിയിരിക്കുന്നു. ഇന്ത്യൻ സൈന്യത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ബലൂച്ച് വിമതർ വീണ്ടും പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ വലിയ ആക്രമണമാണ് ഈ അവസരം മുതലെടുത്തുകൊണ്ട് അഴിച്ചുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ബലൂച്ച് വിമതർ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ നടത്തുന്ന രണ്ടാമത്തെ വലിയ ആക്രമണമാണിത്. ഇതിൽ 7 സൈനികർ കൊല്ലപ്പെട്ടതായിട്ടാണ് അവർ അവകാശപ്പെടുന്നത്. ബോളാനിലെ മച്ചാക്കുണ്ടിലാണ് ആക്രമണം നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ സ്പെഷ്യൽ ടാക്ടിക്കൽ ഓപ്പറേഷൻ സ്ക്വാഡ് ഒരു പാകിസ്ഥാൻ ആർമി വാഹനം ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തിയത്. ഒരു പാകിസ്ഥാൻ സൈനിക വാഹനം റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പൊട്ടിത്തെറിപ്പിച്ചു. പാകിസ്ഥാൻ സൈന്യം സൈനിക നടപടിക്ക് തയ്യാറെടുക്കുന്ന സമയത്താണ് ഈ ആക്രമണം നടന്നത്. ഈ ആക്രമണത്തിൽ 7 പാകിസ്ഥാൻ സൈനികരാണ് കൊല്ലപ്പെട്ടതായി പറയപ്പെടുന്നത്. മുമ്പും BLA പാകിസ്ഥാൻ സൈന്യത്തെ ആക്രമിച്ചിരുന്നു. അതിൽ നിരവധി പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. കെച്ച് ജില്ലയിലെ കിലാഗ് പ്രദേശത്താണ് ആക്രമണം നടന്നത്. അവിടെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒരു സംഘത്തെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം. ബലൂചിസ്ഥാനെ കുറിച്ച് മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷാഹിബ് ഖാൻ അബ്ബാസി പറഞ്ഞിരിക്കുന്നത് ബലൂചിസ്ഥാൻ ഒരു കാട്ടുകുതിരയെ പോലെയാണ് എന്നുള്ളതാണ്. അതിന്മേൽ പാകിസ്ഥാന് നിയന്ത്രണമില്ല. രാത്രിയിൽ അത് കുളമ്പടിച്ചുകൊണ്ട് കുതിച്ചു വരും എന്നാണ് കൃത്യമായി മുൻ പ്രധാനമന്ത്രി ബലൂച്ച് ലിബറേഷൻ ആർമിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും ബലൂച്ച് ലിബറേഷൻ ആർമി ഇതാണ് പറ്റിയ അവസരം എന്ന് പറഞ്ഞുകൊണ്ട് ബലൂചിസ്ഥാന്റെ വിമോചനത്തിനായി ഒരു സ്ഥലത്ത് നിന്ന് പാകിസ്ഥാൻ സൈന്യത്തെ സമ്പൂർണ്ണമായി കൊന്നൊടുക്കിക്കൊണ്ടുള്ള അവരുടെ ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.